2 ദിവസം മുമ്പ് രേണു സുധി മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനൽ കൊടുത്ത ഇന്റർവ്യൂ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു ഡിസ്കഷൻ നടത്തിയതാണ്. തീരെ നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് ചിരിച്ചു കളിച്ചുകൊണ്ട് രേണു മറുപടി പറയുന്നതുമാണ് ആ ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടത്. മെയിനായിട്ട് ആ ഇന്റർവ്യൂവിൽ അവതാരക ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണത്? കിച്ചുവിൽ നിന്നും രേണു ഗർഭിണി ആയെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണെന്നുള്ളതായിരുന്നു അവതാരികയുടെ ചോദ്യം. അതിന് രേണു വളരെ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പുകിലകളൊന്നും തീരുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ കൂടി ലീക്ക് ആയിരിക്കുകയാണ്. ആ ഓഡിയോ എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരു സ്ത്രീ മൂവി വേൾഡ് മീഡിയയിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് കിച്ചുവിനെ കുറിച്ച് ഇത്തരം മോശം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് മൂവി വേൾഡ് മീഡിയക്കാരോട് ചോദിക്കുന്നതാണ്. അതിന് മൂവി വേൾഡ് മീഡിയക്കാർ കൊടുത്ത മറുപടിയും നമുക്ക് ആ ഓഡിയോയിൽ കേൾക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് ആ ഓഡിയോ ഒന്ന് ആദ്യം കണ്ടുനോക്കാം. ഹലോ, ഇത് ചാനലല്ലേ മൂവി? വേൾഡ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ. സാർ ഒന്നും വിചാരിക്കരുതേ. ഇപ്പൊ നമ്മുടെ രേണുസുധീനെ ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളായിരുന്നോ? നമ്മുടെ ചാനലിൽ വന്നത്. അതെ. പിന്നെ അത് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്താണോ? ഞാൻ ഒന്നും വിചാരിക്കില്ല കേട്ടോ സാറേ. അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നത് ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചിട്ട് മാറുമല്ല ചെയ്യണ്ടേ? അല്ല, അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. അല്ല സാർ, അത് മോശമല്ലേ, പാവമല്ലേ? നമുക്ക് അവർക്ക് പൈസ നമ്മൾ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് അറിയാം, അത് നമുക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. അതെ, പക്ഷെ നമുക്ക് അവരോടുള്ള ചോദ്യം മാത്രം ചോദിക്കുക. എന്തിനാണ് ഈ കൊച്ചിനെ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു? ഓക്കെ, അപ്പൊ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് രേണു സുധി ഇങ്ങോട്ട് ഇന്റർവ്യൂ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇന്റർവ്യൂ നടത്തിയതെന്ന് അല്ലേ? അപ്പൊ എന്റെ ചോദ്യത്തല്ലേ, എന്തിനാണ് ഇപ്പൊ രേണു സുധി ഇന്റർവ്യൂ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. കിച്ചുവിനെ വീണ്ടും കരിവാരിത്തേക്കാനോ? ഇതിപ്പോ രേണു തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ട് എടുത്ത ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ കിച്ചുവിനെ കുറിച്ച് ആ ചോദിച്ച മോശം ചോദ്യവും രേണു ആവശ്യപ്പെട്ട് ചോദിപ്പിച്ചതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഏത് കിച്ചുവിൽ നിന്നും രേണു ഗർഭിണിയാണെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അതന്നെ. എന്നാൽ ഇതിന്റെ മറുവശം കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ രേണുവിന് ഇപ്പൊ നല്ല പണത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ വേണമെന്ന് മീഡിയക്കാരോട് തന്നെ രേണു അങ്ങോട്ട് ആവശ്യപ്പെട്ടതാവും. അങ്ങനെ അവർ ഇന്റർവ്യൂ എമൗണ്ട് എല്ലാം ഫിക്സ് ചെയ്തിട്ട് രേണുവിനെ ഇന്റർവ്യൂലേക്ക് ക്ഷണിച്ചതാവാം. എന്തായാലും ഈ ഓഡിയോ ലീക്ക് ആയതിന് പിന്നാലെ കിച്ചുവിനെ കുറിച്ച് രേണുവിനോട് മോശം ചോദ്യം ചോദിച്ച അതേ ആങ്കർ തന്നെ ഇതിനൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലാവുന്ന കേട്ടോക്കാം. കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. രേണു സുധിക്കെതിരെയും നമ്മുടെ മൂവി വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത്. മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണു സുധി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇന്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണു സുധിയുടെ ഭാഗത്ത് നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് രേണു സുധിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂവിൻ്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ്, ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇന്റർവ്യൂവിന് തയ്യാറാകുന്നതും നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ്, നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇന്റർവ്യൂ തന്നെയായിരുന്നു. നമ്മൾ അവർക്ക് എന്താ പറയുക, അവർ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഇത് പെയ്ഡ് ഇന്റർവ്യൂ ആണ്. മാത്രമല്ല, ഇപ്പൊ രേണു സുധിക്ക് എതിരെ പ്രചരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സ് ആണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ശരിക്കും എങ്ങനെയായോ? ഈ പെണ്ണ് പറയുന്ന വേറൊന്നാണ്. രേണു സുധി ഇന്റർവ്യൂ ചെയ്യാൻ കൂട്ടാക്കിയതേ ഇല്ല പോലും. ഇവർ പിന്നാലെ നടന്നിട്ടാണ് രേണു ഇവർക്ക് ഇന്റർവ്യൂവിന് ഡേറ്റ് കൊടുത്തത് എന്നൊക്കെയാണ് അവതാരിക പറയുന്നത്. അതുപോലെ തന്നെ അവിടെ അവതാരിക പറയുന്നത് എന്താണ്? രേണുവിന്റെ ഹേറ്റേഴ്സ് ആണ് ഈ പ്രശ്നം വഷളാക്കിയത് പോലും. അല്ല മോളെ, നമ്മളെ കണ്ടിട്ട് നിനക്ക് ബുദ്ധിയില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. നീ വായി തോന്നി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം കുറ്റമൊത്ത് റിയാക്ട് ചെയ്തവർക്കായോ? ഇത് പെയ്ഡ് ഇന്റർവ്യൂ ആണെന്നുള്ളത് ഫോണിൽ സംസാരിച്ച ആൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഈ ഫോണിൽ സംസാരിച്ച ആൾ പറയുന്നത് രേണു സുധി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഇന്റർവ്യൂ എടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ഈ പെണ്ണ് പറയുന്നതോ നേരെ തിരിച്ചുമാണ്. അതെന്തോ ആയിക്കോട്ടെ. പിന്നെ ആ ഫോൺ കോളിന്റെ കാര്യം അവതാരിക പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം പറയാം. നമ്മളൊരു ചാനലിലേക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ഒന്നുകിൽ അവിടുന്ന് തരുന്ന മറുപടി എന്താണ്? പറയാൻ താല്പര്യമില്ല എന്നായിരിക്കണം. അതല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ കൃത്യമായി മറുപടി പറയും, അല്ലേ? അല്ലാതെ ആരെങ്കിലും കള്ളം പറയും? അല്ല, അങ്ങനെ സംസാരിച്ച വ്യക്തി കള്ളം പറഞ്ഞതാണെന്നുള്ളതാണല്ലോ ഇവിടെ അവതാരിക സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അവതാരികയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ
ചാനലിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? ആദ്യം നിങ്ങളുടെ ചാനലുള്ളവർ പോയി ശരിയാക്കുക. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ചാനലുള്ളവർക്കായിരിക്കും രേണുവിന് ഇഷ്ടമില്ലാത്തത്. അല്ലാണ്ട് ഇപ്പൊ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ബാക്കിയോട് പറ, കേക്കട്ടെ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണുസുതിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന് കാരണം എന്നുള്ളത്. എനിക്ക് സംസാരിച്ചപ്പോൾ പേഴ്സണലി മനസ്സിലായി എന്താന്ന് വെച്ചാൽ അവരുടെ ടോണാണ് പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ളൊരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോൺ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ ക്യാൻസർ വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവരത്രയും സഫർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവരത്രയും സഫർ ചെയ്യുകയാണ്, ഒറ്റയ്ക്കാണ് സഫർ ചെയ്യുന്നത്, വേറെ വരുമാന മാർഗങ്ങളില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ അവർക്കൊരു സഹായവും കൂടിയാകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. പിന്നെ ഈ ഒരു വോയിസിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 50-ലേറെ സ്റ്റാഫുകളുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതാണ് സത്യം എന്ന് കരുതി കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ് പിന്നെ ആൾക്കാരങ്ങ് തീരുമാനിക്കുകയാണ്. രേണുസുതി വിളിച്ച് അവരുടെ അടുത്ത് പറയാണ്, എനിക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, ഇന്റർവ്യൂ നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇന്റർവ്യൂ എടുപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ആൾക്കാർക്ക് എന്താണ് ഇത്ര എന്താ പറയുക വിഷമം അതിലെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ, നമ്മൾ എന്തിനാണ് അതിനകത്ത് തലയിടാൻ പോകുന്നത്? അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ പോകേണ്ട. അവർ എന്താ പറയുക, അവര് പബ്ലിക്കായിട്ടുള്ളൊരു ഫിഗറാണ്. അവരത്രയും എന്താ പറയാ, ഇപ്പൊ സുജേട്ടന്റെ മരണത്തിന് ശേഷം അത്ര ലൈംലൈറ്റിൽ വന്നിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ജീവിതം നമ്മൾ എന്താ പറയാ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അതിനകത്ത് ഒരു പരിധി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഇപ്പൊ എങ്ങനെയായി? നിങ്ങൾ ചാനൽ പബ്ലിഷ് ചെയ്ത നമ്പറിലേക്ക് തന്നെയല്ലേ വിളിച്ചത്? ഞാൻ കരുതിയത് ആ നമ്പർ ഏതെങ്കിലും ക്രൂ മെമ്പറുടേതായിരിക്കും എന്നുള്ളതാണ്. സാധാരണ ഒരു ചാനൽ അവരുടെ നമ്പർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് ആ ചാനലിന്റെ മാനേജറുടേതോ അതല്ലെങ്കിൽ ടോപ്പ് പോസ്റ്റിൽ നിൽക്കുന്ന ആരുടേതെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലേ, അല്ലാതെ ക്യാമറാമാന്റെ നമ്പർ ഒന്നല്ലല്ലോ കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ആൾ തന്നെയാണ് സംസാരിച്ചതെന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് മോളെ ഞാൻ അധികം വൈകണ്ട, നിന്റെ വായിൽ തന്നെ ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ രേണുസുതിക്ക് അവരുടെ കയ്യിലിരിപ്പിന് ഗുണം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രേണുസുതിക്ക് രോഗം വന്നപ്പോൾ നമ്മൾ എല്ലാവരും അതിൽ സഹതപിച്ച ആൾക്കാരാണ്. പക്ഷെ ആ രോഗവും കണ്ടന്റ് ആക്കി, അത് പിന്നെയും പോട്ടെ, അതിന് പിന്നാലെ കിച്ചുവിനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചതോടെയാണ് ആളുകൾ രേണുവിനെതിരെ വീണ്ടും തിരിയാൻ തുടങ്ങിയത്. രേണുവിനോട് ഇന്റർവ്യൂ നൽകിയ വരുമാനം കിട്ടുന്നതിനെ കൊണ്ട് ആർക്കും ഇവിടെ ഒരു വിഷമവും ഇല്ല. ആ പാവം കിച്ചുവിനെ ഇതിലേക്കൊന്നും വലിച്ചിടാണ്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇന്റർവ്യൂവിൽ അവതാരക്ക് ചോദിച്ച ചോദ്യവും ഉത്തരവും ഒക്കെ വൻ അബദ്ധം തന്നെയാണ്. എന്തെങ്കിലും ചോദിച്ച ചോദ്യം നോക്കി നിങ്ങൾ, കിച്ചു രേണുവിനെ ഗർഭിണിയാക്കിയോന്നൊക്കെ ബുദ്ധിയുള്ള ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണത്. എന്തായാലും ഇന്റർവ്യൂ ഇറങ്ങിയതോടെ ആൾക്കാരുടെ അടുത്ത് അവതാരിക്കൊക്കെ നല്ല ഊക്ക് കിട്ടിയല്ലോ, നമ്മളടക്ക് ഊക്കി വിട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു നായകനെ അവതാരിക്കാൻ നൽകുന്നുണ്ട്. നമ്മൾ തലാന്ന് കേട്ടോക്കാം. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കിച്ചുവിന്റെ ഒരു കാര്യത്തിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചോദിച്ചത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു വ്ളോഗർ ഉണ്ട്, ഇപ്പോഴും ഞാൻ പേര് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേര് പറഞ്ഞതുകൊണ്ട് നാളെ ഇതൊരു വിവാദമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു വ്ളോഗർ ആ ഒരു വീഡിയോ ചെയ്തതിന്റെ തംബ്നെയിലാണ്, ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, ഇതാണ് ആ തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനത് ഇടാം. അപ്പൊ ആ വീഡിയോ ആ തംബ്നെയിൽ ഞാൻ കാണിച്ചിട്ടാണ് ആ വീഡിയോ ആ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയാണോ ചേച്ചി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വിത്ത് പെർമിഷൻ അവർക്ക് ഇതൊരു റെക്കോർഡഡ് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 2 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇത് ഇടണ്ട എന്ന് പറയാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് ആളുകൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴും തംബ്നെയിൽസ് ഇടുമ്പോഴും അവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണില്ലേ? നിങ്ങൾ അതെന്താ ചിന്തിക്കാത്തെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ആളുകൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് പറയാനുള്ളത് പറയുന്നുണ്ട്. എല്ലാത്തിനും പോയിന്റ് ചെയ്ത് അവർക്ക് രേണുസുതിക്ക് ഇത് വന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവർ അതിന് ആൻസർ പറഞ്ഞു. അത് എല്ലാവർക്കും പറയാനുള്ളത് പോലെ അവരും പറഞ്ഞു. അത് അവരുടെ രീതിയിലാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് കുഴപ്പമായത് എങ്കിൽ അത് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് ഈ ഒരു കാര്യം കിച്ചുവിനെയും രേണു ചേച്ചിനെയും പറ്റി ഇങ്ങനെ പറഞ്ഞത്, അത് ആ ഒരു വ്ളോഗർ ചെയ്തിട്ടുള്ള ആ തംബ്നെയിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനും ഇത്ര എന്താ പറയാ ബുള്ളിങ് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതും എനിക്ക് അറിയാം.
എന്ത് രസമാണ് ഇല്ലേ ന്യായീകരണം കേൾക്കാൻ. ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ രേണു ചേച്ചിക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ, അത് പറയാൻ വേണ്ടി രേണു ചേച്ചിക്ക് ഒരു അവസരം കൊടുത്തതാണ് പോലും. ഏതിനെ കുറിച്ച് പറയാൻ? കിച്ചു രേണുവിനെ ഗർഭിണിയാക്കി എന്നുള്ളതിനെ കുറിച്ചോ? നിനക്ക് ലേശം ഉൾപ്പെടുന്നെങ്കിൽ ഇമാതിരി ചോദ്യം ചോദിക്കും. പ്രായപൂർത്തിയായ പയ്യനാണ് കിച്ചു, അവൻ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യം മനഃപൂർവ്വം ചോദിച്ചത്. രേണു സുധിക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ രേണു പറഞ്ഞോളൂ. എല്ലാത്തിനും വന്ന് ലൈവും വീഡിയോയും ഒക്കെ ഇടുന്ന ആളല്ലേ ഈ പറയുന്ന രേണു. ആ രേണുവിന് നീ ചോദിച്ചിട്ട് വേണം പ്രതികരിക്കാൻ. ഇമാതിരി ചീപ്പ് ചോദ്യം ചോദിച്ചിട്ട് മെഴുകാനും നിന്നെ കൊണ്ടേ പറ്റൂ. ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് ആങ്കർ നീ തന്നെയാണ്. അതുപോലെ തന്നെ അതിന് ചിരിച്ചു കളിച്ച് മറുപടി പറഞ്ഞ രേണുവിനോടും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുകൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.